ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഗുരുസ്വാമിയുടെ വയൽവാരം വീടിനെ പറ്റിയാണ്. ഗുരുസ്വാമിയുടെ തറവാടെന്ന് പറയുന്നത് മണക്കൽ ക്ഷേത്രത്തിനടുത്തുള്ള എലഞ്ഞിക്കൽ തറവാടാണ്. അത് ആ കാലത്ത് സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തികമൊക്കെയുള്ള ഒരു ഭവനത്തിലാണ് ഗുരുസ്വാമി ജനിക്കുന്നത്. അപ്പോൾ ഈ വയൽവാരം വീടെന്ന് പറഞ്ഞാൽ അക്കാലത്ത് പ്രസവമൊന്നും ആശുപത്രികളിലല്ല നടന്നിരുന്നത്. പ്രസവം മിക്കവാറും വീടുകളിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ പ്രസവത്തിനായിട്ട് ഒരു ചെറിയ വീട്ടിൽ നിന്ന് മാറി ഒരു സൗകര്യം ഒരുക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. ഈ തറവാടിൻ്റെ എലഞ്ഞിക്കൽ തറവാടിൻ്റെ ഒരു പ്രസൂതിക ഭവനം ആണ് ഈ വയൽവാരം വീട്. അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ശിവഗിരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോണ വഴിക്ക് ഒരു തിരുവനന്തപുരത്തു നിന്ന് 12 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറിയാണ് ചെമ്പഴന്തി എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലാണ് ഈ വയൽവാരം വീട് ഉള്ളത്. ഈ വീട്ടിലാണ് കൊല്ലവർഷം 1032 ചിങ്ങമാസം ചതയനാളിലാണ് ഗുരുസ്വാമി ജനിക്കുന്നത്. ഇംഗ്ലീഷാണെങ്കിൽ 1856 ആഗസ്റ്റിലാണ് ഗുരുസ്വാമി ജനിക്കുന്നത്. ഗുരുസ്വാമിയുടെ അച്ഛൻ്റെ പേര് മാടനാശാൻ. ആശാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അതുപോലെ അമ്മയുടെ പേര് കുട്ടിയമ്മ. അമ്മാവൻ ഒരു വൈദ്യരായിരുന്നു, കൃഷ്ണൻ വൈദ്യരെന്നാണ് പുള്ളിയുടെ പേര്. നമ്മൾ ആദ്യം എത്തുന്നത് ഒരു വലിയ കവാടം, ശ്രീനാരായണ ഗുരുകുലം എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു വലിയ കവാടത്തിൻ്റെ അകത്തുകൂടെയാണ് നമ്മൾ അകത്തോട്ട് പോകേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. നല്ല എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പാർക്കിങ്ങിൽ നമ്മൾ കാറിട്ടിട്ട് പുറത്തോട്ട് വന്ന് നേരെ വയൽവാരം വീടിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഗുരുസ്വാമിയുടെ ഒരു പ്രതിഷ്ഠ ഉള്ള ഒരു അമ്പലമുണ്ട്. അതുപോലെ തന്നെ വലത്ത് വശത്തായിട്ട് വഴിപാട് കൗണ്ടർ. അതും കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്ന ഒരു മുത്തശ്ശി പ്ലാവുണ്ട്. ഈ മുത്തശ്ശി പ്ലാവിൻ്റെ അടിഭാഗം ഒരു വലിയ പോത, എങ്കിലും ഇത് ഇഷ്ടം പോലെ ചക്കയൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞ അമ്പലത്തിൻ്റെ മുൻഭാഗം കാണാം. അപ്പോൾ ഇത് നല്ലപോലെ പെയിൻ്റൊക്കെ ചെയ്ത ഒരു പുതുമ തോന്നുമെങ്കിലും അതിൻ്റെ പഴയ ഭാഗങ്ങളൊക്കെ മുൻഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം. പിന്നെ നമ്മൾ കാണുന്നത് ഒരു വലിയ ഓഡിറ്റോറിയമാണ്. വലിയ മീറ്റിങ്ങുകളും വേറെ ഫങ്ഷനുകളും ഒക്കെ നടക്കാൻ പറ്റിയ ഒരു ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഗുരുപൂജാ ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നിലയുള്ള ഒരു കെട്ടിടമാണ്. അത് അന്നദാന മന്ദിരമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഗുരുസ്വാമിയുടെ സൂക്തങ്ങളൊക്കെ ഇങ്ങനെ വലിയ ചെറിയ കട്ടൗട്ടുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുസ്വാമിനെ പറ്റി വേറെ മഹാന്മാർ പറഞ്ഞ ചില വാചകങ്ങളും ഒക്കെ അവിടെ ഞാൻ കണ്ടു.
ഇത് കഴിഞ്ഞ് ആണ് നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് ഈ വയൽവാരം വീടിലോട്ട്. അപ്പോൾ അതൊരു താഴ്ചയിലോട്ട് നമ്മൾ ഇറങ്ങണം. ഒരു താഴ്ചയിലോട്ട് കുറച്ച് ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഈ വയൽവാരം വീടിലോട്ട് നമ്മളെത്തുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ട് വേണം അകത്തോട്ട് പോകാൻ. അല്ലാതെ ചെരുപ്പിടാൻ അവിടെ സമ്മതിക്കത്തില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വയൽവാരം വീടിൻ്റെയൊക്കെ സംരക്ഷണം ശ്രീ ഗുരുദേവ ട്രസ്റ്റിൻ്റെ കീഴിലാണ്. അവരത് വളരെ കാര്യമായിട്ട് പവിത്രമായിട്ട് സൂക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ ദൂരത്തു നിന്നൊക്കെ ആളുകൾ വന്ന് ഗുരുസ്വാമി പണ്ട് ഓടിക്കളിച്ച് നടന്ന മണ്ണിൽ ഒന്ന് സ്പർശിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വന്നിരിക്കുകയാണ്. അതുപോലെ ഈ വയൽവാരം വീട് കണ്ണിറയെ കാണണം. പലരുടെയും മുഖത്ത് അവിടെ നിന്ന് പോകാൻ ഒരു മടി ഉള്ളതായിട്ട് നമുക്ക് തോന്നും. വീട്ടിലോട്ട് തിരിച്ചു പോകാൻ അവർക്ക് ഒരു മടി. അവിടെ തന്നെയൊക്കെ ധാരാളം ആളുകൾ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ വയൽവാരം വീടിന് മുകളിലായിട്ടൊരു സംരക്ഷണ മന്ദിരമുണ്ട്. അതിന് താഴെയാണ് ഈ വയൽവാരം വീട്. ഒരു ചെറിയ വീട് എന്ന് പറഞ്ഞാൽ 3 മുറികളുള്ള ഒരു അന്നത്തെ പ്രസവ മുറിയാണ്. അപ്പോൾ ഇത് ഇപ്പോഴും ഓല മേഞ്ഞ ഒരു കെട്ടിടമാണ്. അപ്പോൾ അതെല്ലാം ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഓലമേഞ്ഞ് ഇപ്പോഴും സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഭിത്തിയിലും തിണ്ണയിലുമൊക്കെ ചാണകം മെഴുകിയിരിക്കുക. അപ്പോൾ നേരെ കയറി കയറുമ്പോൾ നമ്മൾ ഒരു വാതിലാണ് ഈ ആ വീടിൻ്റെ ഭിത്തിയിൽ കാണുന്നത്. അത് നടുക്കത്തെ മുറിയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെന്ന് നമ്മൾ നോക്കുമ്പോൾ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമുള്ള മുറികളുടെ വാതിലുകൾ. അപ്പോൾ അവിടെ 2 വാതിലുകളുണ്ട്. അങ്ങനെ 3 മുറിയുള്ള ഒരു ചെറിയ പ്രസവ ഭവനമാണ് ഈ വയൽവാരം വീട്. അപ്പോൾ അതിൻ്റെ അകമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്തൊക്കെ ഈ ഗുരുസ്വാമിയുടെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൽ തൊട്ടിയുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കുടിക്കാനായിട്ട് ഗ്ലാസ്സുകളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കിഴക്കുവശത്തായിട്ട് ചെമ്പഴന്തി സ്കൂള്, വടക്കുവശത്തായിട്ട് ചെമ്പഴന്തി SN കോളേജ്, തെക്ക് ഭാഗത്തായിട്ട് മണക്കൽ ക്ഷേത്രം. ഈ തീർത്ഥാടന കേന്ദ്രം ഇത്രയും പവിത്രമായിട്ട് സൂക്ഷിക്കുന്ന ഈ ട്രസ്റ്റിന് നമുക്ക് നന്ദി പറയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. ഇതിൻ്റെ വഴിപാടുകളുടെ കൗണ്ടറിനടുത്തായിട്ട് ഒരു നല്ല ബുക്ക് സ്റ്റാളുണ്ട്. അവിടെ ഗുരുസ്വാമിയുടെ ഇതേവരെ ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിൽ
മിക്കവാറും എല്ലാം തന്നെ അവിടെ കിട്ടും. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ലോകത്തെ പഠിപ്പിച്ച ഗുരുസ്വാമി ജനിച്ച ഈ പുണ്യഭൂമിയിൽ ഒന്ന് വരാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.